ഈ പിന്നെ ഇടത് സഹയാത്രികൻ തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് കുറെ സമയം ഈ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കേൾക്കാൻ വയ്യാതെ ഒരു വല്ലാത്ത വിഷമത്തിലുണ്ട്. എനിക്ക് സമയം തരണം പ്രോപ്പറായിട്ട്. ഓക്കെ. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരു സംശയം എനിക്ക് തോന്നിപ്പോയി. പല 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 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളിപ്പോ അധ്യാപകന്റെ സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയുടെ നിരീക്ഷണവും ആ സസ്പെൻഷൻ കോടതി പിൻവലിക്കുകയാണ്. എന്തിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തത്? ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച, കഠിന പീഡനം അനുഭവിച്ച വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിന് സാവർക്കർ എന്ന ഉത്തരമാണ് എന്നുള്ളത് അദ്ദേഹം ചോദ്യ പേപ്പറിൽ കൊണ്ടുവന്നതിന് ഒരു അധ്യാപകനെ അദ്ദേഹം ചെയ്യുന്ന തൊഴിലിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന നിലപാടിലേക്ക് ഫാസിസ്റ്റ് നടപടി ഒരു സർക്കാർ സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പാകെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിക്കണം. ഇതിൽ മേലാണ് നമ്മുടെ ചർച്ച എന്നുള്ളത് എനിക്ക് പലപ്പോഴും. അപ്പോ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഓടി നടന്നുള്ള സെർച്ചാണ് ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരും ഇടത്തിന്റെയും വലതിന്റെയും ഒക്കെ ആളുകൾ. എന്നിട്ട് അവർ കണ്ടുപിടിച്ചുകൊണ്ടുവന്ന കുറെ പേരുകൾ, അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു എന്ന് അവർ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഭായ് പരമാനന്ദനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു ഇടത് സഹയാത്രികൻ ഭായ് പരമാനന്ദ് എന്ന പേര് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. കാര്യം അദ്ദേഹം ഉദ്ദേശിച്ച ഭായ് പരമാനന്ദ് 1913 ഗദർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം ലാഹോർ കോൺസ്പിറസിയിൽ അറസ്റ്റിലായ വ്യക്തിയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അദ്ദേഹം ദീർഘകാലം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദീർഘകാലം ജയിലിൽ കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് കഠിന തടവിന് ആൻഡമാൻ നിക്കോബാർ ജയിലിൽ തന്നെയാണ് അദ്ദേഹം സവർക്കറെ പോലെ തന്നെ കഴിഞ്ഞത്. അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 1915 മുതൽ 1920 വരെയാണ്. പിന്നീട് 20 ജോർജ് അഞ്ചാമൻ പൊതുമാപ്പ് നൽകിയതിന്റെ ഭാഗമായി അദ്ദേഹം ജയിൽ മോചിതനായി. അദ്ദേഹം ആ പേര് ഓർമ്മിപ്പിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇത്തരത്തിൽ സാവർക്കറുടെ കാലഘട്ടത്തിൽ തന്നെ പൊതുമാപ്പ് നൽകി ഒരുപാട് പേരെ പുറത്തേക്ക് അയച്ച സമയത്ത് തന്റെ കഴുത്തിൽ ഡി എന്ന് പറയുന്ന തകിടോടുകൂടിയാണ് ആ മനുഷ്യൻ ജയിൽവാസം അനുഭവിച്ചത്. ഡി ഫോർ ഡേഞ്ചർ. അതായത് പുറത്തിറങ്ങിയാൽ ഈ മനുഷ്യൻ എത്ര അപകടകാരിയായിരുന്നു എന്ന് ബ്രിട്ടീഷുകാർക്ക് വളരെ വ്യക്തമായിരുന്നു. അപ്പൊ പൊതുമാപ്പിനെ സംബന്ധിച്ചും ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ തന്നെ ജയിലിൽ കിടന്ന സമയത്ത് പല ആളുകളും, പല സ്വാതന്ത്ര്യ സമര സേനാനികളും, ധീര ദേശാഭിമാനികൾ, വിപ്ലവകാരികൾ, ഇവരൊക്കെ പൊതുമാപ്പിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഇടത് സഹയാത്രികൻ പറയാതെ പറഞ്ഞു. അദ്ദേഹം ആ പേര് നോക്കിയാണ് വായിച്ചത്. എനിക്ക് ആ പേര് നോക്കി വായിക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിനെ അടക്കം കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊണ്ടുവന്ന ത്രൈലോക്നാഥ് ചക്രവർത്തിയെ കുറിച്ച് കൂടി സൂചിപ്പിച്ചു. എനിക്ക് വീണ്ടും അഭിമാനം തോന്നി. ഈ ത്രൈലോക്നാഥ് ചക്രവർത്തി, ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയം വന്നു കഴിഞ്ഞതിന് ശേഷം സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ത്രൈലോക്നാഥ് ചക്രവർത്തിയെ അല്പം മുമ്പ് കോൺഗ്രസ്സുകാരനും GS പ്രദീപും ഇടതുപക്ഷവും ഒക്കെ പഠിക്കാൻ തയ്യാറായി എന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ ഇനി ഇവരെ കുറിച്ച് വിദ്യാലയങ്ങളിൽ പഠിക്കും. 1928 നൊയാഖയിലെ ഈ പറയുന്ന ഹാത്തിയ ഐലൻഡില് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിരുന്നു. ഈ ജയിൽവാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറച്ച് കാണാൻ വേണ്ടി പറഞ്ഞതല്ല, ദേവി ഏത് പ്രേക്ഷകരാരും തെറ്റിദ്ധരിക്കരുത്. അവിടെ ഇന്റേൺമെന്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം, അതായത് ഇവർക്ക് വീടുകളിൽ കഴിയാം, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് മാത്രം. അതായത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഹാത്തിയ ഐലൻഡിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഇവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ദ്വീപുകളിലേക്ക് നാട് കടത്തുന്ന, ആ ദ്വീപിൽ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്. ഇത്തരത്തിലുള്ള ഇംപ്രിസൺമെന്റിനെയാണ് നമ്മൾ ഇന്റർമെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഇന്റർമെന്റ് ത്രൈലോക്നാഥ് ചക്രവർത്തിയെ സംബന്ധിച്ച് അനുശീലൻ സമിതി പ്രവർത്തിച്ച ആളാണ്. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ. ഏത് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു? ആ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയുടെ ഭാഗമായിരുന്ന ത്രൈലോക്നാഥ് ചക്രവർത്തിയെ കുറിച്ച് GS പ്രദീപിന്റെ നാക്കുകൊണ്ട് കേൾക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഈ വിചാരണയോ ശിക്ഷയോ കൂടാതെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിത പ്രദേശത്ത് താമസിക്കാൻ നിർബന്ധിതമാവുക എന്ന് മാത്രമാണ് ഇന്റർമെന്റ്. ഞാൻ അദ്ദേഹത്തെ കുറച്ച് കണ്ടതല്ല. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഏകദേശം 30 വർഷക്കാലത്തോളം എന്ന് പറയുന്ന കാലയളവ്. അത് കഠിനമായ ശിക്ഷയായിരുന്നോ എന്നുള്ളതും, ഈ കൃത്യമായ ഇത്തരത്തിൽ 2 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സാവർക്കർ 27 വർഷക്കാലം ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ കാലഘട്ടവുമായി താരതമ്യം ചെയ്യാനുള്ള അവസരം ഒരുക്കി തന്നതിന് ഈ കേരളത്തിനോട്, ഈ കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പാകെ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ച ഇടതുപക്ഷത്തിനോടും വലതുപക്ഷത്തിനോടും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇടതു സഹയാത്രികൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി കമന്റ് ചെയ്യാതെ പോയാൽ അത് ശരിയാവില്ല എന്ന് തോന്നി. അദ്ദേഹത്തിന്റെ ഈ വിശാലമായ സാമൂഹിക ഘട്ടപ്പഞ്ഞ് എനിക്ക് ഓർമ്മ വന്നത് ഈ കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രം. താൻ ആരാന്ന് തനിക്കറിയാൻ പാടില്ലേ, താൻ എന്നോട് ചോദിക്കും താൻ ആരാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ ഉത്തരങ്ങളെല്ലാം പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തമാശയായി തോന്നിയത്,
1958 സാവർക്കറിന്റെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ഇവർക്ക് മേയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയില്ല. CPIക്ക് അന്ന് മഹാരാഷ്ട്രയിൽ ഒരു മേയർ ഉണ്ട് മിസ്റ്റർ, നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ അതില്ല, കാര്യം ഉപ്പ് വെച്ച കാലം പോലെ ആയിപ്പോയത് നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. അന്ന് CPIയുടെ ബോംബെ മേയർ ആയിരുന്ന സഖാവ് മിറാഷ്കറിന്റെ ചിത്രമാണ് അല്പം മുമ്പ് ജനം TV കാണിച്ചത്. താങ്കൾ ആ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഈ താഴെ ഇടത് സഹയാത്രികൻ ദയവ് ചെയ്ത് എഴുതി വെക്കരുത്. AITUC യുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു SS മിറാഷ്കർ. ഏറ്റവും കൂടുതൽ കാലം AITUCയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യനെയാണ് സഹയാത്രികൻ അറിയില്ല എന്ന് സൂചിപ്പിച്ചത്. 1957 ചരിത്രം പറയേണ്ടി വരും. 1957 നവംബർ മാസം 22-ാം തീയതി സ്വതന്ത്ര MP ആയ രാജാ മഹേന്ദ്ര പ്രസാദ് സാവർക്കറെ അംഗീകരിച്ച പ്രമേയം പാർലമെന്റ് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം കൈപൊക്കി എഴുന്നേറ്റ ആളുടെ പേരാണ്, ആ പേര് താങ്കൾ കേട്ടിട്ടുണ്ടാവും, AK ഗോപാലൻ. AK ഗോപാലൻ അഥവാ AKG. ഈ AKGയെ കുറിച്ച് 1957 സാവർക്കർ ഷൂ നക്കിയെങ്കിൽ മാപ്പെഴുതിയെങ്കിൽ ഇവരൊക്കെ ഈ പറയുന്ന ഈ കാലഘട്ടത്തിന് ശേഷം എന്തിനാണ് 1957 നവംബർ മാസം 22-ാം തീയതി അദ്ദേഹത്തിന് വേണ്ടി വിനായക ദാമോദര സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, പാർലമെന്റ് രേഖയിൽ വേണമെന്ന് ഒരു സ്വതന്ത്ര MP ആണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അവിടെ അതിനെ പിന്തുണച്ച ആദ്യം എന്തിന് AKG എഴുന്നേറ്റു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കണം. എ ബ്രില്യന്റ് ബുക്ക് എന്ന് അദ്ദേഹത്തിന്റെ 1857 മഹത്തായ വിപ്ലവം അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തെ വിളിച്ചത് രജനി സുന്നിത്താന് ഓർമ്മയുണ്ടാകണം. 1929 മാർച്ച് മാസം 6-ാം തീയതി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1921 ഫെബ്രുവരി മാസം 24-ാം തീയതി യങ് ഇന്ത്യ പത്രത്തിൽ ദ ബ്രേവ് പാട്രിയോട്ട് എന്ന് സാവർക്കറിനെ കുറിച്ച് എഴുതിയത് മഹാത്മാഗാന്ധി ആയിരുന്നു. ഇനി എല്ലാം പോട്ടെ, ഇതെല്ലാം വിട്ടേക്കും. 1993 ഈ പാനലിസ്റ്റുകളിൽ ഇരിക്കുന്ന മുഴുവൻ പേരും ജനിച്ചതിന് ശേഷം ഗൗതവും രജനി സുന്നിത്താനും, ഞാൻ മനസ്സിലാക്കുന്ന പ്രായത്തിലപ്പം ഒരുപക്ഷെ എന്നെക്കാളും താഴെ ഉള്ളവരെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ രണ്ടുപേര്, ശ്യാം രാജ് നമ്മളെല്ലാവരും ജനിച്ചതിന് ശേഷം 1993 മെയ് മാസം 28-ാം തീയതി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ഗ്രേറ്റ് പാട്രിയോട്ട് എന്ന സ്മരണികയിൽ കുറിച്ച സാവർക്കർ 1993 സാവർക്കർ ജീവിച്ചിരിപ്പില്ലല്ലോ. ഈ സമയത്തും അദ്ദേഹത്തെ 1970 ജൂൺ മാസം 28-ാം തീയതി അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയാണ് ആര്? ഇന്ദിരാഗാന്ധി. ഞാൻ ഈ പറഞ്ഞ ചരിത്ര വസ്തുതകൾ ഡേറ്റ് സഹിതം പറഞ്ഞ പാർലമെന്റ് രേഖകളിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെ അദ്ദേഹത്തിന് ജയിൽവാസത്തെ സംബന്ധിച്ച് ഇവരെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന രണ്ടുപേരെ കുറിച്ച് ഞാൻ പറഞ്ഞു. വളരെ കുറച്ച് കണ്ടതല്ല, അവരുടെ പേര് പറയുന്നത് അത് നമ്മൾ പഠിക്കാൻ പോവുകയാണെന്ന് കൂടി ഞാൻ സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് വിനായക ദാമോദര സവർക്കറെ കുറിച്ച് കോടതി ഇന്ന് അസന്ദിഗ്ധമായി കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ്? അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തി ആര് എന്ന ചോദ്യത്തിന് സാവർക്കർ എന്ന ഉത്തരം അധ്യാപകന് സസ്പെൻഷൻ കൊടുക്കാൻ തക്ക കാരണമല്ല എന്ന് കേരളത്തിന്റെ നീതിപീഠം ഹൈക്കോർട്ട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സംഗതികൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, ചരിത്ര വസ്തുതകൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ തരത്തിൽ ഇപ്പോഴും സാവർക്കറുടെ പേരിൽ ഈ വന്നിരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത്? ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. സ്വതന്ത്ര ഇന്ത്യയിൽ സാവർക്കർ വീണ്ടും 5 മാസം ജയിലിലായി. നെഹ്റു കാരണം. എന്താണെന്നറിയാമോ? പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ലിയാഖത്ത് അലി ഭാരതത്തിലേക്ക് ഭാരത സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 4 വർഷത്തിന് ശേഷം 66 വയസ്സുള്ള സാവർക്കറെ ഇവർ ജയിലിലാക്കി. സാവർക്കറോട് നെഹ്റുവിന്റെ അതേ ഭയം ഇന്നും ഇന്ത്യ മുന്നണിക്ക് തുടരുന്നു. സാവർക്കറുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇവർ വിറയ്ക്കുന്നു. യഥാർത്ഥ ചരിത്രം കുട്ടികൾ പഠിക്കുന്നതിൽ ഇവർ ഭയപ്പെടുന്നു. ഇത് മാത്രമാണ് ഇവരെടുത്തതിന് കാരണം.